അസ്സലാമലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹിതന്യരായ രക്ഷിതാക്കളെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണപ്പകിട്ടാർന്ന ഈ നബിദിന വേളയിൽ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റക്ക് മുമ്പുണ്ടായ സംഭവ ബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരേടെ. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ട് അറബികൾക്കിടയിൽ തൻപൂർമയും തറവാട് മഹിമയും ഗോത്രവർഗ സമവാക്യങ്ങളും കൊടികുത്തി വാണിടുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേണി നടക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങളെ വരെ പതിവാകുകയും ചെയ്തിരുന്ന മക്കൾക്കിടയിൽ അന്നൊരു ദിവസം വലിയൊരു തർക്കം ഉടലെത്തും. മക്കയിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാരണം കാബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കാബ പുതുക്കി പണിയാൻ മക്കാർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കാബ പുതുക്കി പണിയാൻ പങ്കാളികളായി. ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ഒരു കൂട്ടർ ജോലി ഏർപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു, പടവറിയുന്നവർ ഭംഗിയായി കാബ പടുത്തുയർത്തുന്നു. അങ്ങനെ കാബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കാബയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല് ഹജർ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഞങ്ങളാണ് ഹജർ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ അർഹരെന്ന് വാദിച്ച് എങ്ങാൻ വശലാക്കി. ഞാൻ വെക്കാം ആരും വിട്ടുകൊടുത്തില്ല. പലരും പല പോവകളും പറഞ്ഞെങ്കിലും ആരും സ്വീകരിച്ചില്ല. തർക്കമൂർജിച്ച് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഘട്ടം വന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി കാബയിലേക്ക് ആദ്യം വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറഞ്ഞു, എന്ത് പരിഹാരം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. എല്ലാവരും സമ്മതിച്ചു. ഇനി കാബയിലേക്ക് ആദ്യം വരുന്നത് ആരാണ്? ഓരോരുത്തരും വയ്യോടത്തേക്ക് കണ്ണു നട്ടിരിക്കുകയെ. കുറച്ച് സമയത്തിനകം അതാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആരാണത്? എല്ലാവരും ആകാംക്ഷയോടെ വരുന്നയാളെ തന്നെ നോക്കി നിന്നു. അടുത്തെത്തിയപ്പോയില്ലേ കൂടി നിന്നവരുടെ കണ്ണുകൾ ആളതുകൊണ്ട് പ്രകാശിച്ചു. ഹവു, സമാധാനമായി. നമ്മുടെ അല്ലമ്മിനല്ല വരുന്നത്, ഏവർക്കും സ്വീകരണ. അവിടെ കൂടിയവരെല്ലാം മുത്തുനബിയോട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. എല്ലാം ക്ഷമയുടെ കേട്ടതിനു ശേഷം തങ്ങൾ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പ് നിലത്തി വിരിച്ച് ഹജർ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്ക് എടുത്തു വെച്ചു. ശേഷം ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്ത് ആ വിരിപ്പിന്റെ ഓരോ അറ്റത്തും പിടിച്ച് പൊക്കാൻ കൽപ്പിച്ചു. എല്ലാവരും കൂടി പൊക്കി ഹജർ അസ്വദ് മുത്തുനബിയുടെ തൃക്കരങ്ങൾ കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും എല്ലാവർക്കും സന്തോഷമാകുകയും ചെയ്തു. നോക്കു കൂട്ടുകാരെ, കെട്ടിപ്പിണങ്ങി കിടന്ന് ഇത്രയും വലിയൊരു തർക്കം എത്ര നിസ്സാരമായിട്ടാണ് തങ്ങൾ പരിഹരിച്ചത്. എന്ത് കുയന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കോടതി കൂടിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടുകൂടി ഞാൻ എൻ്റെ കൊച്ചുകഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.